ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ സോപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന അലർജി പോലുള്ള പ്രശ്നങ്ങൾ, ചൊറിച്ചൽ, ചൊറി, ചുണങ്ങ്, ചരങ്ങ് ഇതിനൊക്കെ യൂസാക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സോപ്പ് തന്നെയാണ് കേട്ടോ ആനത്തകരയുടെ സോപ്പ്. ആനത്തകര അല്ലെങ്കിൽ ആറ്റുതകര എന്നൊക്കെ പറയും. പല നാട്ടിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സോപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ ആനത്തകരയുടെ ചെടി വരുന്നത്. മഞ്ഞ നിറത്തിലുള്ള പൂവാണ് അതിന് വരുന്നത്. പാടത്തിൻ്റെ സൈഡിൽ, റോഡ് സൈഡിൽ, അതുപോലെ തന്നെ ആറിൻ്റെ സൈഡിലേക്കാണ് ഈ ഒരു ആനത്തകര കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പെട്ടെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് പേരയിലോടാണ് ഏകദേശം ഒരു സാമ്യം പോലെ തോന്നുന്നത്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ തലയിലുണ്ടാകുന്ന താരനൊക്കെ ഉണ്ടല്ലോ, ആ താരനൊക്കെ പോകാനായിട്ട് ഇതിൻ്റെ ഒരു ഇല അരച്ച് നമ്മുടെ തലയിൽ തേക്കുന്നത് നല്ലതാണ്. നമ്മൾ ഡയറക്റ്റായിട്ട് അരച്ചിട്ട് തേക്കാതെ ഇതിൻ്റെ കൂടെ വെള്ളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിക്സ് ആക്കിയിട്ട് വേണം തേക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ ആനത്തകരയുടെ ഇലയും അതുപോലെ തന്നെ ചെറിയൊരു തണ്ട് കറ്റർവാഴയും കൂടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ട് അടിച്ച്, വെള്ളമൊന്നും ചേർക്കാതെയാണ് കേട്ടോ അടിച്ചെടുത്തിരിക്കുന്നത്. അടിച്ച് അരച്ച് അതിൻ്റെ ഒരു ജ്യൂസ് നമ്മൾ ഒന്നല്ലെങ്കിൽ അരിപ്പയിലോ അല്ലെങ്കിൽ നല്ലൊരു കോട്ടൺ തുണിയിലോ അരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തോരം ജ്യൂസ് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു 500 ഗ്രാം ബേസാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു ബേസിലേക്ക് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. കറക്റ്റായിട്ട് ഇതിൻ്റെ അളവും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. 18 ml അടുത്താണ് നമുക്ക് ആ ഒരു ജ്യൂസ് അരച്ചെടുത്തപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമ്മളൊരു ജ്യൂസ് അരയ്ക്കുന്ന ടൈമിൽ സാധാ വെള്ളമൊന്നും ഒരിക്കലും ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. DM വാട്ടറോ അല്ലെങ്കിൽ റോസ് വാട്ടറോ യൂസ് ആക്കാവുന്നതാണ്. പിന്നെ അതിലേക്കൊരു 3 ml അടുത്ത് വെജ് ഗ്ലിസറിനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓൾറെഡി ഗ്ലിസറിൻ ബേസാണ് എങ്കിൽ കൂടി നമ്മൾ ഗ്ലിസറിൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇയും ഒരു 2 ml അടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വൈറ്റമിൻ ഇയും നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. വൈറ്റമിൻ ഇയുടെ ഒരു കോൺസെൻട്രേറ്റിന് പകരം നമുക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ കിട്ടുമെങ്കിൽ അതാണെങ്കിൽ ചേർത്താൽ മതി. ഒരു 5 എണ്ണം ചേർക്കാവുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. നമ്മുടെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ്. അതും ഒരു 2 ml അടുത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ടോട്ടൽ 25 ml അടുത്താണ് എടുത്തിരിക്കുന്ന ജ്യൂസ്. അതുപോലെ തന്നെ വെജ് ഗ്ലിസറിനും വൈറ്റമിൻ ഇയും പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മിക്സിങ് കറക്റ്റായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ എണ്ണമയം പോലെ കാണാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറയാറുള്ളതൊക്കെ തന്നെയാണ് ഇത്. അപ്പോൾ തുടക്കക്കാരായിട്ട് ചെയ്യുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഉപകാരപ്പെട്ടിട്ടെന്ന് കരുതിയിട്ടാണ് നമ്മൾ വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് പറയുന്നത്. മിക്സിങ് അവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മുടെ ബേസാണ്. പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ ബേസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യമേ തന്നെ വേപ്പ് മെഷീനും അതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ആ ഒരു ബേസ് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് വെച്ചിരിക്കുന്ന ആ ഒരു ബേസും കൂടെ കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു 508 ഗ്രാമിൻ്റെ അടുത്ത് ബേസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും സോപ്പ് ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ആ ഒരു 500 ഗ്രാം എടുക്കാതെ ഒരു 5-6 ഗ്രാമൊക്കെ കൂടുതലെടുക്കുക. എന്തായാലും നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ ആ ഒരു പാത്രത്തിൽ സ്പൂണിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് അളവിലെടുക്കാതെ 5-6 ഗ്രാമൊക്കെ കൂടുതലെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ 508 ഗ്രാമിൻ്റെ അടുത്ത് ബേസ് എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് എടുത്തിരിക്കുന്ന ആ ഒരു മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളിത് ഡബിൾ ബോയിലും മെത്തേഡ് പ്രകാരമാണ് ഇത് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബേസുകളും കൂടിയിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മെൽറ്റാവട്ടെ. മെൽറ്റായതിന് ശേഷം കാണിച്ചു തരാം. ആ ഒരു നേരം കൊണ്ട് ഇത് നമ്മളിവിടെ മോൾഡൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു മോൾഡിലാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സിലിക്കൺ മോൾഡാണ്. ഇതിൽ ബട്ടർഫ്ലൈ, ഫ്ലവർ ഇതൊക്കെയാണ് വരുന്നത്. 100 ഗ്രാം അതുപോലെ തന്നെ ഏകദേശം 60 ഗ്രാമിൻ്റെ ഒക്കെ അടുത്താണ് ഈ ഒരു ഷേപ്പിൽ വരുന്നത്. അങ്ങനത്തെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആ ഒരു ബേസ് നല്ല രീതിയിൽ മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാടിട്ട് ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞാൽ പത വന്ന് കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതുകൂടെ കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ വീണ്ടും മിക്സ് ചെയ്യുകയാണ്. നമ്മൾ ജ്യൂസ് എടുത്ത് വെച്ചപ്പോൾ നല്ലൊരു ഗ്രീൻ കളറ് ആ ഒരു ബേസിലേക്ക് ചേർത്തപ്പോൾ കളറിനൊരു ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. കളറ് ഗ്രീൻ
കളർ മാറി വേറൊരു കളറിലോട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇത് വീണ്ടും ഒരു 3-4 മിനിറ്റ് ഇളക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഫ്രാഗ്രൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനിതിലേക്ക് ഇലഞ്ഞിയുടെ ഫ്രാഗ്രൻസ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 1 കിലോ ബേസിലേക്ക് 20 മുതൽ 25 വരെ ചേർക്കാവുന്നതാണ്. നമ്മൾ മേടിക്കുന്ന ഒരു കമ്പനിയും ക്വാളിറ്റിയൊക്കെ അനുസരിച്ച് അറിയാമായിരിക്കുമല്ലോ എന്തോരം ചേർക്കണമെന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഫ്രാഗ്രൻസ് കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ മോഡിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പതിയെ ബാക്കിയുള്ള ഷേപ്പുകളിലൊക്കെ ആയിട്ട് ഒഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് കറക്റ്റ് നമ്മൾ 100 ഗ്രാമിൻ്റെ മോൾഡെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമ്മൾ ഒഴിച്ച് വരുമ്പോൾ ഒരു 100, 105, 106 അങ്ങനെയൊക്കെ കിട്ടാനാണ് ചാൻസ്. ഇപ്പോൾ ഇതിലെല്ലാം കറക്റ്റ് 100 ഗ്രാമിൻ്റെ മോൾഡല്ല, ഷേപ്പല്ല വരുന്നത്. 100, 60 അതുപോലെ തന്നെ 90 ആ ഒരു ഇതിലേക്കാണ് എല്ലാം വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു മിക്സ് മുഴുവനായിട്ട് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് മുകളിൽ വരുന്ന ഒരു പദം നമുക്ക് ഒന്നല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് മാറ്റാവുന്നതാണ്, ഇല്ലെങ്കിൽ റബ്ബിംഗ് ആൽക്കഹോൾ ഉപയോഗിച്ച് സ്പ്രേ ചെയ്ത് കളയാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു ബിസിനസ് പർപ്പസിനൊക്കെ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ വരുന്ന പദം ഒന്നല്ലെങ്കിൽ നമുക്ക് റബ്ബിംഗ് ആൽക്കഹോൾ ഉപയോഗിച്ച് സ്പ്രേ ചെയ്ത് മാറ്റുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു സോപ്പിൻ്റെ മുകളിലും ഇതുപോലെ പദം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് ജസ്റ്റ് ഒന്ന് റബ്ബിംഗ് ആൽക്കഹോളാണ് സ്പ്രേ ചെയ്യാനായിട്ട് പോകുന്നത്. സ്പൂൺ ഉപയോഗിച്ച് കോരി മാറ്റുമ്പോൾ നമ്മുടെ സോപ്പിൻ്റെ അളവ് കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി സോപ്പിൻ്റെ പത ഇരുന്നെന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല, നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്തായാലും പോകുന്നതാണല്ലോ. അപ്പം ഏകദേശം ഒരു 3 മണിക്കൂറൊക്കെ സെറ്റാവാനായിട്ട് വെക്കുന്നുണ്ട്. അങ്ങനത്തെ നമ്മുടെ സോപ്പെല്ലാം നല്ല രീതിയിൽ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സോപ്പും അൺമോൾഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ സോപ്പ് നമ്മളിവിടെ അൺമോൾഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഫ്ലവറിൻ്റെ സോപ്പാണ് കേട്ടോ നമ്മൾ അൺമോൾഡ് ചെയ്യുന്നത്. ഈ കുഞ്ഞു മക്കൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ ഇങ്ങനത്തെ ടൈപ്പിലുള്ള മോൾഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ സോപ്പ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല തിക്നെസ്സും അതുപോലെ കട്ടിയും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് കേട്ടോ സോപ്പിന്. ഇനി നമുക്ക് ഓരോ സോപ്പും അൺമോൾഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ റിച്ച് മോനാണ് കേട്ടോ സോപ്പ് അൺമോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ബട്ടർഫ്ലൈയുടെ സോപ്പ് രണ്ടാമത് അൺമോൾഡ് ചെയ്തു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മൾ ഇത്ര നാൾ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന സോപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്യുമ്പോൾ അവർക്കും ഇഷ്ടമാകും, നമുക്കും ഇഷ്ടമാകും. അങ്ങനത്തെ അടുത്ത സോപ്പും റിച്ചുമോൻ അൺമോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി എല്ലാ സോപ്പും അൺമോൾഡ് ചെയ്തതിന് ശേഷം കാണിച്ച് തരാം കേട്ടോ. പിന്നെ ഇതിൻ്റെ വെയിറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ അടുത്ത് കുറേ കൂട്ടുകാർ മെസ്സേജൊക്കെ ചെയ്യുമ്പോൾ ചോദിക്കാറുള്ള കാര്യമാണ്, ചേച്ചി സോപ്പ് ഉണ്ടാക്കിയിട്ട് കട്ടി കിട്ടുന്നില്ല, പെട്ടെന്ന് അലന്ന് പോകുന്നു, എന്താണ് കാരണം എന്നൊക്കെ ഉള്ളത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ക്വാളിറ്റിയുള്ള ബേസ് നോക്കി മേടിക്കുക. അതുപോലെ തന്നെ എടുക്കുന്ന അളവ് കറക്റ്റ് ആവുക. ഏകദേശം ഒരു കൈക്കണക്ക് രീതിയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ സോപ്പ് നല്ല രീതിയിൽ കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ എല്ലാ സോപ്പും നമ്മളിവിടെ അൺമോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഓരോ സോപ്പിൻ്റെയും വെയിറ്റ് നോക്കാം. ബട്ടർഫ്ലൈയുടെ സോപ്പ് ഏകദേശം ഒരു 80 ഗ്രാമിൻ്റെ ഒക്കെ അടുത്ത്, പിന്നെ ഫ്ലവറിൻ്റെ സോപ്പ് 110 ഗ്രാമിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത ഒരു ഫ്ലവറിൻ്റെ സോപ്പ് 101 ഗ്രാമിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത സോപ്പ് ഒരു ബട്ടർഫ്ലൈ തന്നെയായിരുന്നു, അതൊരു 91 ഗ്രാമിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ആ ഒരു റേഞ്ചിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഫ്ലവറിൻ്റെ സോപ്പാണ് വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് നമ്മുടെ കറക്റ്റ് കളർ സോപ്പിന് ഈ ഒരു കളറിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ സോപ്പ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അൺമോൾഡ് ചെയ്ത ശേഷം ഉടനെ തന്നെ ക്ലിംഗ് ഫിലിം ഉപയോഗിച്ച് കവർ ചെയ്ത് വെക്കേണ്ടതാണ്. വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതിയാകും, നമുക്ക് നല്ല രീതിയിൽ സോപ്പൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഒരു ആനത്തകരയുടെ സോപ്പ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ് ഗ്ലിസറിൻ ബേസുള്ള സോപ്പുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ പ്രോഡക്റ്റുകളൊക്കെ മേടിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. റീസെല് ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർക്കും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.